കരിവേല വൃക്ഷം എത്ര വലുതാണ്! അരയാൽ വൃക്ഷവും വളരെ വിശാലമാണ്. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് കരിവേല വൃക്ഷത്തെ മുറിച്ച് അതിനെ ഉപയോഗിക്കുന്നതെന്ന്? അതുപോലെ അരയാൽ വൃക്ഷത്തെ നാം എന്തിനാണ് പൂജിക്കുന്നതെന്നും? കാരണം എന്തെന്നാൽ അരയാൽ വൃക്ഷം അതിന്റെ താഴെയിരിക്കുന്ന പഥികർക്ക് തണൽ നൽകുന്നു എന്നതാണ്. തന്റെ ശാഖകളിൽ അസംഖ്യം പക്ഷികൾക്ക് വാസസ്ഥാനം ഒരുക്കുകയും ചെയ്യുന്നു. ആരെയും വേദനിപ്പിച്ച് ദൂരേക്ക് ആട്ടിപ്പായിക്കുന്നില്ല. പകരം അവർക്ക് ശീതള ഛായ നൽകി അവരുടെ ക്ഷീണമകറ്റുന്നു. ഈ പ്രപഞ്ചത്തിൽ അഥവാ നിങ്ങൾക്ക് ആദരവ് ലഭിക്കണമെങ്കിൽ അരയാൽ വൃക്ഷത്തെ പോലെ ആകേണ്ടി വരുന്നതാണ്. എന്തെങ്കിലും നൽകാൻ ശീലിക്കൂ. ആനന്ദം, സുഖം, ശീതളിമ എല്ലാം പങ്കിടാൻ ശീലിക്കൂ. മുള്ളുകളെപ്പോലെ ഒരിക്കലും ആരെയും മുറിവേൽപ്പിക്കുവാൻ ശ്രമിക്കരുത്. ആദരവ് സ്വയം നിങ്ങളെ തേടി നിങ്ങളുടെ സമീപമെത്തും. അപ്പോൾ മനസ്സ് പ്രസന്നമായി പറയുന്നതാണ്, രാധേ രാധേ.